നമ്മളിത് ഖത്തർ ചെയ്ത റിപ്പയറിന് പോവുകയാണ്. നമ്മളെ പരിപാടിയാണ് 2 കൊല്ലമായി തുടങ്ങിയിട്ട്. ഇതാ സീറ്റ് വെറ്റൊക്കെ ഇട്ടിട്ട് പോകണം. ഖത്തറിൽ ഭയങ്കര റൂൾസാണ്. അപ്പം നമ്മൾ അതൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ കാഴ്ചകൾ കാണിച്ചാൽ ഇതൊക്കെയാണ് നമ്മൾ ഖത്തറത്തെ പരിപാടികൾ. ഖത്തറത്തെ റോഡൊക്കെ നിങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെടും. അത്രക്കും മനോഹരമായിട്ടാണ് അവർ റോഡുള്ളത്. ഇതാണ് ഖത്തറത്തെ മദീന ഖലീഫ എന്ന സ്ഥലമാണിത്. ഖത്തറിൽ എവിടെ നോക്കിയാലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഇത് പുതിയ പള്ളി ഇവിടെ പണിയെടുക്കുന്നുണ്ട്, കണ്ടില്ലേ, പണിക്കാറുണ്ട്, ഗാർഡന് കണ്ടോ. പിന്നെ അറബിയൊക്കെ ഇങ്ങനെ പേഴ്സണൽ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ കാണിച്ചിട്ടാണ്ടില്ലേ. അതിമനോഹരമായ ഖത്തറിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ലാൻഡ് ക്രൂസർ ഇതിവിടെ ഏറ്റവും കൂടുതൽ കാണുന്നൊരു വണ്ടിയാണ് ഗെയ്സ്. പിന്നെ ഇവിടുത്തെ എന്താ പറയുക, എല്ലാത്തിനും റൂൾസാണ് ഇവിടെ. ആൾക്കാരെ അതിനനുസരിച്ച് ജീവിക്കുന്നത്. അതിനാൽ നമുക്കിവിടെ അപകടങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ ലാൻഡ് ക്രൂസർ വണ്ടിയിൽ നമ്മുടെ നാട്ടിലത്തെ 2 കോടി രൂപ വണ്ടി. പക്ഷേ ഇവിടെ നമുക്ക് ഇതാ റോഡുകൾ കണ്ടില്ലേ നിങ്ങൾ, ഭയങ്കരമായ റോഡുകളാണ് ഖത്തറിൽ. സിഗ്നലുകൾ, റോഡുകൾ, ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ ഗതാഗത മന്ത്രിയെ സമ്മതിക്കണം, അത്ര ഡെവലപ്മെൻ്റാണ്. നാട്ടിലത്തെ പോലെ കട്ട് റോഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു കട്ട് റോഡ് ഉണ്ട്, പെട്ടെന്ന് തന്നെ അവർ അത് റെഡിയാക്കും. സിഗ്നലും കണ്ടില്ലേ, എന്താ ഭംഗി ഖത്തർ. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് മെട്രോ ബസ്സാണ് നിങ്ങൾ കാണുന്നില്ലേ, ചുവന്ന, ഓറഞ്ച്, മറ്റേ റെഡും വേറൊരു കളർ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മെഡിക്കൽ സെൻറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഖത്തറിലെ ഓരോരോ കാഴ്ചകളാണ് നമ്മൾ വ്ളോഗിൽ ഇനി നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. കണ്ടില്ലേ, വേറൊരു മെഡിക്കൽ സെൻറ്റർ, ഇതൊക്കെ പ്രൈവറ്റാണ്. പിന്നെ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ് ഇവിടെ. അധിക സ്ഥലത്ത് ഫ്രീ തന്നെയാണ്. ദുബായത്തെ പോലെ പേ പാർക്കിംഗ് അല്ല, അത് വലിയൊരു സംഭവം തന്നെയാണ്. കണ്ടില്ലേ, പിന്നെ കഫ്റ്റീരിയ, അതായത് ചായപ്പീടിയ, സെലൂണ്, പിന്നെ സൂപ്പർ മാർക്കറ്റ് കണ്ടില്ലേ. ഇതൊക്കെ ബോർഡൊക്കെ ഒരേ ഷേപ്പിലാണ് ഇവിടെ, യൂറോപ്യൻ സ്റ്റൈലാണ്. ഇതാണ് കണ്ടില്ലേ ജീപ്പ്, വിൻറ്റേജ് മോഡൽ ജീപ്പ്, നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. കണ്ടില്ലേ, ഇതാണ് സംഭവം. അടിപൊളി മനോഹരമായ കാഴ്ചകൾ. ഇപ്പോൾ കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് ഒരു 6 മണിക്കൊക്കെ എത്താനാണ്. നമ്മൾ എല്ലാം മുൻകൂട്ടി എത്തും. കാരണം നമ്മൾ വർക്ക് അങ്ങനെയാണ്. കസ്റ്റമർ ഒരു 10 മിനിറ്റ് നേരത്തെ എത്തി നമ്മൾ സാറ്റിസ്ഫൈഡ് ചെയ്ത് കൊടുക്കുക, വൃത്തിയോടുകൂടി. അതാണ് നമ്മളെ മെയിൻ കണ്ടൻറ്റ്. ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ഈ ബോക്സ് കണ്ടോ, ഇത് നമ്മൾ ഡ്രസ്സില്ലേ, അത് ഫലസ്തീൻ അതിലൊക്കെ നല്ല നല്ല ഡ്രസ്സുകൾ അവർ ചാരിറ്റി ആയിട്ട് കൊടുക്കുന്ന ബോക്സാണ്. അതിൽ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവിടും. കണ്ടില്ല, എന്താ വൃത്തി, മാഷാ അല്ലാഹ്. ഖത്തറിൻ്റെ ഉള്ളേരിയയിൽ തന്നെ ഇത്ര വൃത്തിയാണ് നിങ്ങളൊന്ന് ആലോചിച്ചത്. സിറ്റിയിലൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കണ്ടില്ലേ, കച്ചറ ബോക്സ്, ഇതിലാണ് ആൾക്കാർ പുറത്ത് മാലിന്യങ്ങൾ ഇടൂല. കണ്ടില്ലേ, ഡ്രസ്സ് ഇടുന്ന വെട്ടിയുണ്ട്, അങ്ങനെ എല്ലാം സെറ്റ്. ഇത് നമ്മളിപ്പോൾ എത്തിപ്പെട്ടത് ബിന്നുംബ്രാൻ ഫരീജ് കുലൈബ് എന്ന് പറഞ്ഞ ഖത്തറിലെ ഒരു സ്ഥലമാണ്. ഇതൊക്കെ മലയാളികളുടെ സൂപ്പർ മാർക്കറ്റാണ്. അൽ റഫ സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ തമീർ റെസ്റ്റോറൻ്റ് ആണ് നിങ്ങൾ, അതുപോലെ സലൂണുകൾ, അങ്ങനെ എന്തൊക്കെ എല്ലാം മുക്കിൽ മൂലം നമുക്ക് അവശ്യ സാധനങ്ങൾ എല്ലാം ഇവിടെ സെറ്റാണ്. ഇതൊക്കെ അറബി വീടാണ്ടില്ലേ, വണ്ടി നോക്കി നിങ്ങൾ, മാഷാ അല്ലാഹ് അല്ലേ. എന്താണ്, അതുകൊണ്ടാണ് നമ്മൾ മലയാളികൾക്ക് പണി വിടാം. ഇവർ സമ്പന്നരായതുകൊണ്ട് നമ്മൾ ആൾക്കാർക്ക് കുറേ പണി കിട്ടുന്നത് അതിന് വലിയ ഭാഗ്യമാണ്. പിന്നെ ഒരു സ്കൂൾ ഇങ്ങനെ കാണിച്ചാൽ കണ്ടില്ലേ, ദോഹ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കൂൾ അല്ല, അതിനല്ലേ വായിക്കാൻ സ്പീക്കിംഗ് സ്കൂൾ, അതാണ്. പിന്നെ ചായപ്പീടി കാണുന്നുണ്ട് അവിടെ. പിന്നെ അത് ബാർബർ ഷോപ്പൊക്കെ, ഇതൊക്കെ അറബികൾ വരുന്ന ബാർബർ ഷോപ്പാണ് കേട്ടോ, ഭയങ്കര സെറ്റപ്പിൽ. പിന്നെ നിസ ബ്യൂട്ടി, ഇതൊക്കെ ലേഡീസ് ബ്യൂട്ടി സലൂണാണ്. പിന്നെ ഇവിടെ മലയാളി റെസ്റ്റോറൻറ്റ്, ടേസ്റ്റി റെസ്റ്റോറൻറ്റ് കണ്ടില്ലേ, ഇതൊക്കെ മലയാളികളാണ്, പേര് കണ്ടാൽ തിരിയും. പിന്നെ റോണ്ട ബോട്ട് ഒക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ചായ കുടിക്കാമല്ലോ എന്തായാലും. കേരാണ് നമ്മളെ ഡ്രൈവറല്ല, മെയിൻ ബോസ് വണ്ടി പാർക്ക് ചെയ്യാണ്. ഇതാണ് നമ്മളെ വണ്ടി, ഇതാണ് വണ്ടി. ഡോറടിച്ചു. ഇനി ഈ ഹോട്ടലിൽ പോയി ചായ കുടിച്ച് നോക്കാം. ആടുന്നൊരു ചങ്ങേനെ കണ്ട് പരിചയപ്പെട്ട് നല്ലൊരു കട്ലേറ്റും ചായയും നമ്മൾ കുടിച്ചു. ഇപ്പോൾ ഞങ്ങളിങ്ങനെ കസ്റ്റമർ വെയിറ്റ് നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ക്ലിയർ കുറവുണ്ട്, അത് രാത്രി ആവാനല്ലേ, മഗ്‌രിബായി. ഇപ്പോൾ നമ്മൾ റിപ്പയർ സ്റ്റാർട്ടാക്കാൻ തുടങ്ങിയത് കണ്ടില്ലേ. ഇതാണ് നമ്മളെ മെയിൻ ആളാണ്, കണ്ടില്ലേ, വണ്ടി ഓടിക്കും, റിപ്പയർ ചെയ്യും, മാഷാ അല്ലാഹ് എന്തെല്ലാം ആണ് കണ്ടില്ലേ. ഐഫോണിന് മെയിൻ എക്സ്പേർട്ട്, സാംസങ് കുറവാണ്. ഐഫോണിൻ്റെ മെയിനാണ്, പണ്ട് മുതലേ 5-8 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള മെയിനാണ്. അത് കണ്ടില്ലേ, ടൂൾസ് എല്ലാം സെറ്റപ്പാണ്, എല്ലാ സംവിധാനങ്ങളും നമ്മൾ വണ്ടിയിലുണ്ട് കണ്ടില്ലേ.